ഹലോ ആൻഡ് വെൽക്കം ടു അനദർ പ്രൊഡക്റ്റീവ് എപ്പിസോഡ് ഓഫ് UPSC വിത്ത് ഐശ്വര്യ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ്. കുറേ പേരായി പറയണു ഡിസിപ്ലിൻ ഇല്ല, അതായത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഹോബി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട് കൃത്യമായിട്ട്, പക്ഷേ ഡിസിപ്ലിൻ ഇല്ല. അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 5 ടിപ്പ് പറയാം. ഇതൊരു വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നമുക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ജേർണലിംഗ്, സ്റ്റഡി, അങ്ങനെ നിങ്ങൾ എന്താണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, വൈ, വാട്ട് ഈസ് ദ റൂട്ട് കോസ്, അത് നിങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ക്ലാരിറ്റി നിങ്ങളുടെ തലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ വന്നു അല്ലേ. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി ഒരു ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ആലോചിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ടൈം കൊടുക്കണം. അങ്ങനെയല്ല. നിങ്ങളൊരു നിശ്ചിത സമയം, ഇപ്പം നിങ്ങൾ റീഡിംഗ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 10 മണി മുതൽ 11 മണി വരെ രാത്രി ഞാൻ റീഡ് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ച് വെക്കണം. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം സ്ലോട്ട്, ഒരു സ്പേസ് നിങ്ങളുടെ പുതിയ ഹോബിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനോ മാറ്റി വെക്കുക. അതാണ് രണ്ടാമത്തെ ടിപ്പ് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേണ്ട ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത്, ഒരുപാട് ഓവർഡു ചെയ്ത് അത് ചളമാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 2 മണിക്കൂർ പഠിച്ചു നോക്കുക, 3 മണിക്കൂർ പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ ആദ്യം വായിച്ച് മാത്രം പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ ആദ്യം നോട്ടുകൾ മാത്രം ഉണ്ടാക്കി നോക്കുക. അങ്ങനെ സ്റ്റാർട്ട് സ്മോൾ ഗൈസ്. അതായത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാർഗറ്റ് പെട്ടെന്ന് അച്ചീവ് ആവും. അപ്പൊ അച്ചീവ് ആവുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് കയറും, നാളെ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ തോന്നും. അപ്പൊ അങ്ങനെ പതിയെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്ത് വരാം. റീഡിംഗ് ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ആദ്യത്തെ ദിവസം 5 പേജ് വായിക്കുക, പിറ്റേ ദിവസം 6 പേജ്, 7 പേജ്, അങ്ങനെ ഒരു ദിവസം 50 പേജ് വരെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. അതായിരുന്നു എൻ്റെ തേർഡ് ടിപ്പ്. ഇനി ഫോർത്ത് ടിപ്പ്, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരല്ലോ, ഇത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുകയും കൂടെ വേണ്ടേ. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നിങ്ങൾ കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് ജേർണലിംഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിജിറ്റലി നിങ്ങൾക്കിത് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതൊരു അക്കൗണ്ടബിലിറ്റി ഫാക്ടറും കൂടിയാണ് കേട്ടോ. അതായത് ഇപ്പം ഇന്ന് ഞാൻ 5 പേജ് വായിച്ചു, അല്ലെങ്കിൽ 10 പേജ് വായിച്ചു, അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിച്ചു, റൈറ്റ് ഇറ്റ് ഡൗൺ സംവെയർ. നാളെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, വീണ്ടും റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ അത് അപ്പ് മാത്രമായിരിക്കും, ചിലപ്പോൾ അത് ഡൗൺ ആയിരിക്കും. ഡൗൺ ആണെങ്കിലും നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാലോ. അപ്പൊ അതൊരു നിങ്ങൾക്കൊരു കണക്ക് വേണം. ഒരു കാര്യവും കണക്കില്ലാതെ ചെയ്യാൻ പാടില്ല. പഠിത്തം വരെ അളന്ന് തൂക്കി തന്നെ നിങ്ങൾ പഠിക്കൂ. റീഡിങ്ങും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യൂ. അപ്പൊ കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് മെക്കാനിസം കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത 4ാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞത്. ഇനി 5ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാം. ഇപ്പം നിങ്ങൾ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീഡിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഓവർ അക്വൈൻറ്റഡ് ആണ്, ഓവർ എലിജിബിൾ ആണ്. പക്ഷേ മൾട്ടിപ്പിൾ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ആ അറ്റൻഷൻ സ്പാൻ മുറിച്ച് പല കാര്യങ്ങളിലേക്കും പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവണം എന്ന് വിചാരിക്കുന്നിടത്ത് മാത്രം നിങ്ങൾ നിൽക്കില്ല. അപ്പോൾ അത് ഡിസിപ്ലിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പടർന്നു പിടിച്ച് കാര്യങ്ങൾ ചെയ്യാതെ എന്താണോ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആവേണ്ടത് അത് മാത്രം ചെയ്യുക. അപ്പം ഞാൻ ഒന്നും കൂടെ കാര്യങ്ങൾ പറയാം. ആദ്യം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ കീപ്പ് ചെയ്യുക. അതിൻ്റെ റെക്കോർഡ്സ് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ വെച്ച് തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഡിസിപ്ലിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.